നമുക്കറിയാം, ഈ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? കാര്യം ഒരാളുടെ ഒരു ചിരി, അല്ലെങ്കിൽ വർത്തമാനത്തിൻ്റെ ശൈലി, അല്ലെങ്കിൽ ഇരിപ്പ്, എഴുത്ത്, ഖണ്ഡിക, പാരഗ്രാഫ്, ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്നും വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ വിധി ജഡ്ജ്മെൻറ്റ് അതിപ്പോൾ എല്ലാവരുടെ കയ്യിലുമുണ്ട്, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു രസത്തിന് അതങ്ങ് വായിച്ചു നോക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വരെ സംശയത്തിൻ്റെ വലിയ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, അന്വേഷണം നല്ല രീതിയിലൊരു തിരക്കഥയാണ്. പ്രോസിക്യൂഷൻ ഈ തിരക്കഥ ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കാൻ തോറ്റുപോയി, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് സത്യം ജയിച്ചു എന്ന് എനിക്ക് സന്തോഷവുമുണ്ട്. എനിക്ക് ഈ വേളയിൽ നമ്മുടെ സൗബിൻ ഷാഹിറിൻ്റെ വരികളാണ് ഓർമ്മ വരുന്നത്. ഇത്രയ്ക്കും ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്നുള്ളത്. കാര്യം ഈ ജഡ്ജ്മെൻറ്റിലെ വരികൾ, അതായത് അതിജീവനിയുടെ ഓറൽ ടെസ്റ്റിമോണി ഉണ്ട്, അതാണ് മെയിൻ, അല്ലേ? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്ന, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നതിനകത്താണ് കാര്യങ്ങൾ മൊത്തം ഇരിക്കുന്നത്. അതൊരിക്കലും ചലഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ചലഞ്ച് ചെയ്യേണ്ട. അതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം ഈ പ്രതികളെ പിടിച്ചതും ഇവിടെ ഒരു കോൺസ്പിറസി നടന്നതും എന്ന്, അല്ലേ? അങ്ങനെയാണല്ലോ നമുക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്കറിയാം. അപ്പോൾ അതിജീവനയുടെ വാക്കും ഓറൽ ടെസ്റ്റിമോണിയും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ മുൻപേ ഹാജരാക്കിയ ആ ഒരു വരികളും ഭയങ്കര അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സംശയം, നമ്മുടെ ലാലപ്പൻ്റെ ഇൻ്റർവ്യൂ കൂടെ കാണുമ്പോഴത്തേന് ഏകദേശം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ വരികൾ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് ഒന്ന് പറയണം. ഇതിപ്പം അതിജീവനിയുടെ ഓറൽ ടെസ്റ്റിമണിയാണ്. അപ്പം അത് അൾട്ടിമേറ്റ് ആണ്, അതൊരിക്കലും ചലഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ കേസ്, അല്ലേ? കുട്ടി പറയുന്നതാണ്, അതിനപ്പുറമില്ല. അപ്പോൾ ഈ കുട്ടി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്നു. എന്തിനാണ് വരുന്നത് എന്നത് കുട്ടി പറയുന്നത്, ഇവിടെ ഒരു പ്രൊമോ ഷൂട്ടുണ്ട്, ഹണിബി പാർട്ട് 2 പ്രൊമോ ഷൂട്ടുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ വരുന്നത്, എൻ്റെ കൂട്ടുകാരിയെ കൂടെ കാണണം, അതിനുവേണ്ടി മാത്രമാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിജീവന പറയുന്നുണ്ട്, 17-ാം തീയതിയാണ് ഞാൻ ഈ വരാൻ തീരുമാനിച്ചത്, 19-ാം തീയതിയാണ് ഷൂട്ട് എന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അതായത് PW47 അദ്ദേഹം വിളിച്ചിട്ട് ആണ് ഈ പുള്ളിക്കാരത്തി വരുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹണിബിയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള PW47 അതിജീവനെ വിളിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിജീവനയോട് പറയുന്നു 19-ാം തീയതി ഇതുണ്ട്, പ്രൊമോ ഷൂട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണെന്ന് പറയുക. അപ്പോൾ അതിജീവനയാണ് പറയുന്നത് 17-ാം തീയതി ഞാൻ വരാനിരിക്കുന്നു, അപ്പോൾ ഒരു വണ്ടി വിടണം എന്ന്. അത് ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. പേജ് നമ്പർ 46 ജഡ്ജ്മെൻറ്റിൻ്റെ. PW47, who is the executive producer, informed PW1, അതായത് അതിജീവന, പ്രൈം വിറ്റ്നസ് 1 എപ്പോഴും അതിജീവനയാണ്, that the shooting of a promo song can be done on 19/2/2017 and has her to come over to Kochi for that. ആര് പറഞ്ഞു? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു. ഓക്കെ, ഇറ്റ് വാസ് ഇൻഫോം സൺഡേ പ്രയർ ടു 19/2, അതായത് 2 ദിവസം മുമ്പ് ആണ് ഇത് പറഞ്ഞതെന്ന്. പോട്ടെ, 3 ദിവസം ആയിക്കോട്ടെ, പോട്ടെ 4 ദിവസം ആയിക്കോട്ടെ. She decided to attend the promo song and also visit. She decided to visit the promo song and also to visit the resident of Ramya Nambishan, PW7. On 17/2/2017, she informed PW47 for arranging a vehicle to come down to Ernakulam. On 17/2/2017 at about 7 PM, the driver മെറ്റീരിയൽ ഒബ്ജക്റ്റ് 9 XUV ആയിട്ട് അവിടെ എത്തുന്നു. അതായത് അതിജീവന പറയുന്നു, അതിജീവന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ വിളിച്ചു പറയുന്നു എന്ന് 17-ാം തീയതി വിളിച്ചു പറയുന്നു.
17-ാം തീയതി വിളിച്ച് പറയുന്നു എനിക്ക് വണ്ടി വേണം ഇന്ന്, എനിക്ക് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി. എന്തിനാണ്? പ്രൊമോ ഷൂട്ട് വെക്കാൻ. അപ്പോൾ അതിനു മുമ്പ് 19-ാം തീയതിക്ക് ഒരു 2-3 ദിവസം മുമ്പ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതിജീവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് വരണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിജീവന ഈ പറയുന്ന എറണാകുളത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം നമുക്ക് ഒന്ന് കാണാം. ലാല് പറയുന്ന ഈ ഒരു വീഡിയോ ഈ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ കുട്ടി എൻ്റെ ഞങ്ങളുടെ പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിരുന്നു. അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് രമ്യ നമ്പീസിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്താൽ പറ്റുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അറേഞ്ച് തരാം. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ പരസ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ദീപക് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു ബൈറ്റ് നിന്റെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, സൗണ്ട് ഒരു പാട്ട് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ 4 ദിവസത്തോളം രമ്യ നമ്പീസിൻ്റെ വീട്ടിലുണ്ട്, അതിനിടയ്ക്ക് എപ്പോഴാണ് ഒരു ദിവസം ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അവർ വരുന്നത് രമ്യ നമ്പീസിൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളായിട്ട് അടക്കം വെച്ചിട്ട് വണ്ടി ചോദിച്ചു മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടി അപ്പോൾ അതിൻ്റെ അർത്ഥം ലാല് പറയുന്നത് ഈ ഷൂട്ടിനല്ല, കൂട്ടുകാരിയെ കാണാൻ 4 ദിവസം വരുന്നുണ്ട്, അതിനിടയ്ക്ക് ഷൂട്ടിനും പങ്കെടുക്കാം എന്നുള്ളത്. ഇതെന്തിനാ അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെപ്പോലെ എന്നെപ്പോലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. എന്താ, ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള ആ ഒരു സെറ്റപ്പിനെ മാറ്റിപ്പിടിക്കാൻ. പക്ഷേങ്കിൽ പ്രോസിക്യൂഷനിൽ ഇതാണ് വന്നിരിക്കുന്നത്, എവിഡൻസ് ഇതാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് അതിജീവനയുടെ മൊഴിയാണല്ലോ. ഇനി ഇത് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ പറയുന്നത് വേറെ രീതിയിലാണ്, അവിടെ തിരിയുകയാണ്. അത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നല്ല രസമാണ്. അതായത് 101-ാമത്തെ പേജാണ്. അതിനകത്ത് പറയുന്നത് പ്രോസിക്യൂഷൻ അലീഗ്ഡ് ദാറ്റ് ഓൺ 16/2/2017 കേൾക്കണം, 16/2/2017 PW1 ഇൻഫോംഡ് PW47, അതായത് അതിജീവന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ ഇൻഫോം ചെയ്തു. ഇത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹണിബി 2 എബൌട്ട് ഹെർ പ്ലാൻ ടു ട്രാവൽ ടു എറണാകുളം ഓൺ 17/2/2017 ടു അറ്റൻഡ് ദ പ്രമോ ഷൂട്ട്. അതായത് ഇതിനകത്ത് പറയുന്നത് 16-ാം തീയതി വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ അതിജീവനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിജീവന പറയുന്നത് 17-ാം തീയതിയാണ് വിളിച്ചെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത് 16-ാം തീയതി വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇവിടെയാണ് ചെറിയ കാര്യം വലുതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അക്യൂസ്ഡ് നമ്പർ 1 സംഹൗ എങ്ങനെയോ കെയിം ടു നോ അബൌട്ട് ദിസ് ഓൺ ദ നൈറ്റ് ഓഫ് 16/2/2017. അതിജീവന പോലും തീരുമാനിക്കുന്ന 17-ാം തീയതിയാണ്. അതിനിടയ്ക്ക് പൾസർ സുനി ഇത് അറിഞ്ഞു എന്ന് 16-ാം തീയതി. മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുക എന്നാണ് പറയുന്നത്. അതിജീവന പറഞ്ഞ് 17-ാം തീയതിയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. സംഹൗ എങ്ങനെയോ, ഈ എങ്ങനെയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് കോൺസ്പിറസി നടക്കുന്നത്, അവിടെയാണ് ഈ കഥ നടക്കുന്നത്, അവിടെയാണ് ഈ റേപ്പ് നടക്കുന്നത്, അല്ലേ? സംഹൗ ആയിക്കോട്ടെ, നമുക്കിനി ആ സംഹൗവെ ഒന്ന് പിടിച്ചു നോക്കാം. അങ്ങനെയാണല്ലോ പിടിക്കേണ്ടത്. അതിജീവന 16-ാം തീയതി ഇത് രാത്രി തീരുമാനിച്ചെന്ന് വെച്ചു. അതിജീവന എറണാകുളത്ത് വരേണ്ടത് എന്തിനാണ്? ഷൂട്ട്, പ്രൊമോ ഷൂട്ട്. അതിന് അതിജീവന ആരെയാണ് വിളിക്കേണ്ടത്? ലാൽ ക്രിയേഷനിലെ ഏതോ ഒരാളെയല്ലേ വിളിക്കേണ്ടത്? ആണോ? ആണ്. പോട്ടെ, 16-ാം തീയതി വിളിച്ചെന്ന് വെച്ചു. അതൊരിക്കലും പറ്റത്തില്ല. കാര്യം മൊഴിക്ക് വൈരുദ്ധ്യമാണ് വന്നിരിക്കുന്നത്. അതിജീവന പറഞ്ഞതാണ് അൾട്ടിമേറ്റ്. അവിടെ വൈരുദ്ധ്യം വന്നിരിക്കുകയാണ്. പോട്ടെ, വൈരുദ്ധ്യം ആയിക്കോട്ടെ. 16-ാം തീയതി വിളിച്ചു. ഇത് ലാൽ ക്രിയേഷൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പറയുന്നത് എനിക്ക് വരണം എന്നുള്ളത്. അവിടെ നിന്നാണ് ഇത് ലീക്കാകുന്നത്. ഓക്കെ, ലീക്കായി എന്ന് വെച്ചു. പൾസർ സുനി അല്ല, പൾസർ സുനിയെ ലാലിന് അറിയത്തില്ല എന്ന് വെച്ചു. മാർട്ടിനാണ് സെക്കൻഡ്. മാർട്ടിനിൽ കൂടിയാണ് പൾസർ സുനി അറിഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ, കാര്യം മാർട്ടിൻ അവരുടെ ഡ്രൈവറാണ്. മെറ്റീരിയൽ ഒബ്ജക്റ്റ് 9 XUV 400 500 ഉപയോഗിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ മാർട്ടിനിൽ കൂടെ പൾസർ സുനി അറിഞ്ഞു എന്ന് വെച്ചു. പക്ഷേ അവിടെയും ക്ലാരിറ്റി വരുന്നില്ല. കാര്യം എന്താണ്? ലാലപ്പൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ പാച്ച് വർക്ക് പോലെ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാർ മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ട് ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും എടുക്കുന്നതുകൊണ്ടാണ്.
ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു പ്രജീഷനൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോവയ്ക്ക് പോയപ്പോൾ. പ്രജീഷനൊക്കെ ചോദിച്ചാൽ അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ലഗേജ് എടുക്കാൻ ആളുകളുണ്ടായിരുന്നു. ഫുൾ യൂണിറ്റ് അല്ല പോയി. അപ്പോൾ എന്ത് കാര്യങ്ങൾ എടുത്ത് വെക്കാനും കൊണ്ടുപോകാനും എല്ലാവരും സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ഷൂട്ടിംഗ്, ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള മര്യാദയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവൻ്റെ മിടുക്ക്. എൻ്റെ മകൻ പറഞ്ഞു, അവൻ പയ്യനാണ്, വലിപ്പത്തിൻ്റെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വളരെ ദേഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ പോലെയാണ് പപ്പാവനെ നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്കാനുണ്ട്. അല്ല, ജനങ്ങളോട് പറഞ്ഞത് ഈ വകുപ്പിലാണ്. അപ്പോൾ എന്നതാണ്, പൾസർ സുനിയെ സ്വന്തം കൂട്ടപ്പറപ്പ് പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെയാണ് കണ്ടെന്ന്. അപ്പോൾ ഏതൊക്കെയായാലും ലാൽ ക്രിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ലാലിന് പൾസർ സുനിയെ അറിയാം. പൾസർ സുനി സുന്ദരനാണ്, സുമുഖനാണ്, സർവോപരി സുഭാക്ഷനാണ് എന്നൊക്കെയാണ് പറയുന്നത്. മകനെ പോലെ, കൊച്ചുമകനെ പോലെ, അപ്പനെ പോലെ എന്നൊക്കെയാണ് പറയുന്നത് ലാല്. അത് പൾസർ സുനിയുടെ കഴിവാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്നൊക്കെയാണ് ലാൽ പറയുന്നത്. അപ്പം ലാലിന് പൾസർ സുനിയെ അറിയാവുന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ റേപ്പ് നടന്നു, ഭയങ്കരമായിട്ടുള്ള ഒഫൻസ് നടന്നു. അപ്പോൾ അവിടെ കോൺസ്പിറസിയിലാണ് വിഷയം വന്നിരിക്കുന്നത്, അല്ലേ? ഈ ചർച്ച ഈ സെലിബ്രിറ്റിയെ ഇതുപോലെ പീഡിപ്പിച്ച കോൺസ്പിറസി, ഗൂഢാലോചനയിലാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗൂഢാലോചന നടത്തി റേപ്പ് ചെയ്തതാരാ? അക്യൂസ്ഡ് നമ്പർ 1 പൾസർ സുനി. ഈ പൾസർ സുനി ലാലിനെയാണ് കൂടുതൽ അറിയുന്നത്, ഗോപാലകൃഷ്ണൻ ദിലീപിനെയാണോ കൂടുതൽ അറിയുന്നത്? ഒന്ന് ആലോചിച്ചാൽ പോരെ. ലാലിൻ്റെ മകനാണെന്ന് പറയുന്ന ലാല് ഗോപാലകൃഷ്ണനാണെ അറിയത്ത് പോലും. ഏതോ എവിടെയോ കേരളത്തിൻ്റെ മൂലയ്ക്ക് പോയി ഒരു സെൽഫി എടുത്ത് ദിലീപിൻ്റെ കൂടെ. പിന്നെ ഒരു വലിയ കാര്യമുണ്ട്, ആലപ്പുഴയിൽ സൗണ്ട് തോമയുടെ സെറ്റിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെയാ പോലീസ് പറയുന്നത്. എന്തൊരു വിരോധാഭാസ! ആ പാവപ്പെട്ട ദിലീപിനെ പിടിച്ചത് തന്നെ, ഈ കോൺസ്പിറസിക്കകത്ത് കൂട്ടിയത് തന്നെ എങ്ങനെയാണ്? മൊബൈൽ ഫോൺ, അത് വലിയ രസമാണ്, അത് ഭയങ്കര രസമാണ്. അത് പേജ് നമ്പർ 830 നിങ്ങളൊന്ന് വായിക്കണം. പേജ് നമ്പർ 830. ഒരു മൊബൈൽ ഫോണ് എങ്ങനെ ജയിലിനകത്ത് കയറ്റിയെന്നുള്ളത് വ്യക്തമായി ഷെർലക് ഹോംസ് വരും മാറി നിൽക്കും. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ട്. 830 പേജ് നമ്പർ. അതിനകത്ത് കാക്കനാട് സബ് ജയിലിലാണ് ഇവർ കിടക്കുന്നത്. പൾസർ സുനിയും കൂടെയുള്ള PW 176 വിഷ്ണു എന്ന് പറയുന്നതും പിന്നെ ഒരു 121, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഉണ്ട്. അപ്പം പൾസർ സുനി ഈ പറയുന്ന കൂട്ടുകാരനോട് പറയുന്നു, PW 176നോട്, എടാ എനിക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടി, ഞാൻ പീഡിപ്പിച്ചു, ഞാൻ ഈ ജയിലിലായെന്ന്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ദിലീപാണ്. അപ്പോൾ ദിലീപിൻ്റെ പൈസ എനിക്ക് മേടിച്ച് നീ തരണം, ദിലീപുമായിട്ട് നീ സംസാരിക്കണം, അതിൻ്റെ ഒരു പങ്ക് നിനക്ക് തരാം എന്ന് ആരോട് പറഞ്ഞു? ഈ കൂട്ടുകാരനായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന PW 176നോട് പറഞ്ഞു. അപ്പോൾ ഈ PW 176നോട് പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ 23-ാം തീയതി എങ്ങാണ്ട്, ഏപ്രിൽ 23-ാം തീയതി ഇവൻ വെളിച്ചാടുകയാണ്, ജയിലിൻ്റെ വെളിച്ചാടുകയാണ്. അപ്പം ഒരു മൊബൈൽ ഫോൺ എനിക്ക് മേടിച്ചു തന്ന്, ഞാൻ ദിലീപിൻ്റെ നമ്പർ മേടിച്ചു തന്ന്, എനിക്ക് ദിലീപിനെ വിളിക്കണം, ദിലീപിൻ്റെ നമ്പർ മേടിച്ചു തരണം, ദിലീപിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു തരണം. ഒരു മര്യാദ വേണ്ടി പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത ദിലീപിൻ്റെ നമ്പർ പൾസർ സുനിക്ക് അറിയത്തില്ല. ഒന്നാലോചിച്ച്, പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് ദിലീപിൻ്റെ നമ്പർ പൾസർ സുനിക്ക് അറിയത്തില്ല. എന്തൊരു കഷ്ട! അതറിയണമെങ്കിൽ കൂടെ താമസിക്കുന്ന ആ ഒരു PW 176 വെളിവിട്ട് കാവ്യമാധവൻ്റെ കടയിൽ ചെന്ന് കെഞ്ചി ബഹളം വെച്ച്, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നോക്കി നമ്മുടെ നാദിർഷയുടെ നമ്പർ PW 189 PW 181 നാദിർഷയുടെ നമ്പർ മേടിച്ച് അതിൽ കൂടെ ദിലീപിനെ വിളിച്ച്. എന്തൊരു കളിയാണ് ഇത്! ഇതിലൊക്കെ രസം എന്ന് വെച്ചാൽ മൊബൈൽ ഫോണ് ജയിലിനകത്ത് കയറുന്നതാണ് രസം. അങ്ങനെ PW 176 കൂടെ താമസിക്കുന്ന വെളിയിലിറങ്ങി ഇവന് 3 മാസത്തേന് ഈ ജയിലിൻ്റെ പരിസരത്ത് വരരുതെന്ന് ഒരു വിലക്കുമുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇവൻ വെളിയിൽ പോയി.
ഇവൻ ഈ കാവ്യയുടെ കടയിലെല്ലാം പോയി എല്ലാവരെയും വിളിച്ച് ബഹളം വെച്ച് എങ്ങനെയോ നാദിർഷയുടെ നമ്പർ കിട്ടി. നാദിർഷയെ വിളിച്ചു. നാദിർഷ പറഞ്ഞു ഇതിനകത്തൊന്നും എനിക്ക് പറ്റത്തില്ല. ദിലീപിനോട് പറഞ്ഞു. ദിലീപ് വാട്സപ്പിൽ കൂടെ ബെഹ്റയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. കാര്യം പുള്ളി ഒരു ബിസി മാനാണ് അല്ലേ. ദിലീപും ലാലും എല്ലാവരും ബിസി മാൻ. ഇവിടെ പൾസർ സുനിയും മാർട്ടിനും അല്ലെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ ബിസി അല്ലാതെ അതിജീവനെയും ബിസിയാണ്. എല്ലാവരും ബിസി ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ്. അപ്പോൾ ദിലീപ് നാദിർഷ ദിലീപിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ വിഷ്ണു എന്ന് പറയാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപ് പറഞ്ഞു അത് നമുക്ക് ഇൻഫോർമലായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനൊന്നും ഒരു തീരുമാനം എത്തിയിട്ടില്ല. ഇവൻ ദിലീപിൻ്റെ നമ്പർ മേടിച്ചിട്ട് നേരെ ഇവിടെ വന്ന് ജയിലിൽ വന്ന് ഒരു കൂട്ടുകാരനെ കൊണ്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ചപ്പലിനകത്ത് മൊബൈൽ കയറ്റി ജയിലിനകത്തോട്ട് കൊടുത്തു എന്നുള്ളത്. ചപ്പലിനകത്ത് മൊബൈൽ, ചപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പേഴ്സ് ആണ് അല്ലേ. ഇടയിൽ ഈ റബ്ബറും കൊണ്ടുണ്ടാകുന്ന ചപ്പൽസ്, ഈ പറയുന്ന ക്രോക്കിൻ്റെയോ വലിയ ലെതർ ചെരുപ്പോ ബാറ്റായുടെയോ അഡിഡാസിൻ്റെ ഒന്നും അവിടെ ഉപയോഗിക്കാൻ ജയിലാണ്, അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണെങ്കിൽ ഇച്ചിരി കട്ടിയുണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ അതിനകത്ത് തുളച്ച് കയറ്റാന്ന് പറയാം. ഇത്രയും വീതിയുള്ള ചപ്പലിനകത്ത് മൊബൈൽ കയറ്റി കൊടുത്തെന്നാണ് പറയുന്നത്. ഓക്കെ, മൊബൈൽ അടച്ച് വെച്ച് കൊടുത്തെന്ന് വെച്ചു. ജയിലിനകത്ത് സന്ദർശനം എങ്ങനെയാണ് നടത്തുന്നത് അത് നമുക്കറിയാം. എനിക്ക് കൂട്ടുകാരൊത്തിരി അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ജില്ലാ ജയിലാണ്. ജില്ലാ ജയിലിൽ നമ്മൾ കയറിയിട്ട് അവിടുത്തെ ആ വാർഡനോട് പറയുമ്പോൾ വാർഡൻ വിളിച്ച്, അതിന് മുമ്പ് അപ്പോയിൻമെൻ്റ് എടുക്കണം. വാർഡൻ വിളിച്ച് വാർഡൻ്റെ മുമ്പിൽ വെച്ച് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അകത്ത് കയറ്റാവുള്ളൂ അല്ലേ. എല്ലാം ജെട്ടിയാണ്, ജെട്ടി വരെ കുടഞ്ഞു നോക്കിയിട്ടേ അകത്ത് കയറ്റുള്ളൂ. അത്രയുള്ള സെക്യൂരിറ്റിയാണ് വേണ്ടത് സബ് ജയിലിൽ. അങ്ങനെയുള്ളപ്പോഴാണ് ഈ സ്ലിപ്പറിനകത്ത് തുളച്ച് അല്ലെങ്കിൽ സ്ലിപ്പർ പൊതിഞ്ഞ് കെട്ടി വലിയ മൊബൈൽ ഫോൺ അങ്ങോട്ട് കയറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? ഗൂഢാലോചനയ്ക്ക് ആരാ കൂട്ടു നിൽക്കുന്നത്? ഇത് കൊടുത്തിട്ട് വേണം ദിലീപിനെ പ്രതിയാക്കാൻ. നിങ്ങളൊന്ന് ആലോചിക്കും, എന്ത് അതപ്പതിച്ച് ഇത് കൊടുത്തിട്ട് വേണം ദിലീപിനെ പ്രതിയാക്കാൻ. അത് ഏറ്റവും രസം എന്നാ, ഈ കൊട്ടേഷൻ കൊടുത്ത ആളുടെ നമ്പർ ആദ്യത്തെ കുറ്റവാളിക്ക് അറിയത്തില്ല. എന്നൊരു കഷ്ടം. അങ്ങനെ ഈ ഫോൺ കൊടുത്തു, ദിലീപിനെ വിളിച്ചു. അങ്ങനെയാണ് പാവപ്പെട്ട ദിലീപ് ഇതിനകത്ത് ബന്ധപ്പെടുന്നത്. പക്ഷേ ഇത് ഇത്രയൊന്നും പോകണ്ടല്ലോ. ഇവിടെ ഒരു ഇത് നടന്നു, കോൺസ്പിറസി നടന്നു. ഈ കോൺസ്പിറസി നടന്ന ആരാ? ഈ പൾസർ സുനി. മാർട്ടിനൊരു വക്കീലുണ്ടായിരുന്നേ മാർട്ടിൻ പുല്ല് പോലെ പോകുന്നതിനെ. അതിന് ഞാൻ കാര്യം പറയാം. മാർട്ടിന് ബാക്കി കുറേ പേര്, ഇവരെല്ലാം മാർട്ടിനൊഴികെ എല്ലാവരും ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം ലാൽ ക്രിയേഷനുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാരാണ്. തേനും പാലുമാണ് ഈ പറയുന്ന പൾസർ സുനിയെ പറ്റി അദ്ദേഹം പറയുന്നത്. തേനും പാലും. എന്നിട്ട് പറയുക അവൻ്റെ കഴിവാ, പൾസറിൻ്റെ കഴിവാ അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനെന്നുള്ളത്. ഒന്ന് ആലോചിക്കണം. ഇത്രയും ഒരു തിരക്കഥയെന്ന്, അതൊക്കെ എന്തൊരു തിരക്കഥയാണ് ഇത്. അപ്പം അതാണ് ഈ പറയുന്ന ദിലീപിനെ ഇതിനകത്ത് പ്രതിയാക്കാനുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. മാർട്ടിൻ്റെ ഒരു വീഡിയോ വന്നു, ഞാൻ കണ്ടു. പക്ഷേ അതിജീവനയുടെ പേര് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഈ കേരളത്തിൻ്റെ വെളിയിൽ അതിജീവനയുടെ പേര് സഹിതമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അത് പറ്റത്തില്ല. ഓക്കെ, നമ്മളത് ചെയ്യുന്നത് ശരിയല്ല, നിയമം അങ്ങനെയാണ്. അപ്പം അതിജീവനയുടെ പേരുള്ളതുകൊണ്ട് മാർട്ടിനെതിരെ കേസ് വന്നു. അപ്പം മാർട്ടിന് ഈ ഒരു സംഭവത്തിനകത്ത് ഈ പ്രതിയാകാൻ കാര്യം ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അതായത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് 9 XUV അത് പുള്ളിയുടെ കസ്റ്റഡിയിലായിരുന്നു. പുള്ളിയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് മാർട്ടിൻ 2ാം പ്രതിയായത്. അപ്പോൾ 2ാം പ്രതിക്കും അവിടെ എക്സെപ്ഷൻ ഉണ്ടാകാമായിരുന്നു. കാര്യം എന്താ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ അതിജീവന പ്രത്യേകം പറയുന്നുണ്ട്, ഈ അക്യൂസ്ഡ് 2 ആ വണ്ടിക്കകത്ത് ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവൻ പാവപ്പെട്ടവൻ, അവന് വേണ്ടി ഒരു വക്കീലില്ല. നമുക്ക് കോടതി നീതിപീഠം ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മാഡത്തിൻ്റെ മുമ്പിൽ വക്കീലാണ് അല്ലേ ഇത് കേസ് ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പാവപ്പെട്ട മാർട്ടിൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാർട്ടിൻ 2ാമത്തെ പ്രതിയാക്കി. ഇതിനകത്ത് 2ാമത്തെ പ്രതി മാർട്ടിനെ ആക്കാൻ വലിയൊരു കാര്യമുണ്ട്. 3, 4, 5 പ്രതിയാകുവാണെങ്കിൽ എങ്ങനെയും മാർട്ടിൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ, അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആടപടലം മൂഞ്ചു. ഈ ക്രിയേഷനും അദ്ദേഹത്തിൻ്റെ റാംജിറാവും
കിങ് ലയറും എല്ലാം പൊളിഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടിയും പഠിച്ച് ദിലീപ് കിടന്നതിൻ്റെ 100 ഇരട്ടി അദ്ദേഹം കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഇദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു. അന്വേഷണ ഏജൻസിക്കെതിരെയാണ് ദിലീപ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. കൂടിയാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആരോരുമില്ലാത്ത ഒരു സുന്ദര പയ്യനെ, അവനാണ് സിനിമാ മോഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരാൾ സിനിമാ മോഹം കൊണ്ട് ഒരിടത്ത് സിനിമയ്ക്ക് പോകുന്നു. അപ്പോൾ ഏറ്റവും വലിയ, കേരളമല്ല ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ, ഒരു കൊമേഡിയന്, അങ്ങനെ ഒരു ഭയങ്കര കഴിവുള്ള അയാളും അയാളുടെ മകനും ഇവനെ പിടിച്ച് വിശ്വസ്തനായ ഡ്രൈവറാക്കുന്നു. അതിപ്പോൾ എന്താണ് ഇവന് കിട്ടാനുള്ളത്? മാർട്ടിൻ ചങ്ക് പറിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് തള്ളുന്നത് ഈശ്വരൻ പോലും പൊറുക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ പോട്ടെ, ഈ കാലം തെളിയിക്കും സത്യം എന്നുള്ളതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഈ വേളയിൽ മാഡത്തിനെ, ഹണി മാഡം, പുള്ളിക്കാരത്തിയാണ് ഈ ജഡ്ജിമെൻറ്റ് പുറപ്പെടുവിപ്പിച്ചത്. പുള്ളിക്കാരത്തി ഈ കാര്യങ്ങൾ സത്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ലൊരു വിധി വന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഇത് 2-3 വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ബന്ധപ്പെടാം. ഈ ഒരു ജഡ്ജിമെൻറ്റ് ഒരു ചെറിയ പുസ്തക രൂപേണ അടിച്ച് എല്ലാവർക്കും കൊടുക്കണമെന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എൻ്റെ പൊന്നാശാന്മാരെ ഇദ്ദേഹത്തിനെ എത്രത്തോളം ക്രൂശിക്കുന്നു. ദിലീപിനെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ കഴിഞ്ഞിടെ KSRTC വെച്ചൊരു സ്ത്രീ, പുള്ളിക്കാരത്തി സുസിയുടെ ഏതാണ്ട് വലിയ സെറ്റപ്പൊക്കെയാണ്, കടന്ന് ചാടുന്ന കണ്ട്. എന്നാൽ എന്നതാണ് ഇതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് എന്നോ? ഞാൻ ദിലീപിനെ, എനിക്ക് ഒരു ആക്ടർ, നല്ലൊരു കൊമേഡിയൻ എന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ളൂ. ഞാനൊരു ഡൈഹാർഡ് ഫാനൊന്നുമല്ല. എന്നാലും നമ്മളൊന്ന് നോക്കണ്ടേ ഇതെവിടെയാണ് സത്യമെന്ന്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആരാണേലും ദിലീപിനെ തള്ളിയേ പറയുള്ളൂ. IFFKയിൽ എന്താ നടക്കുന്നത്? അപ്പം സത്യം ഒരു 70% വരെ വെളിയിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും നിരപരാധിയായ ഒരാളും കൂടെ ഉണ്ടെന്ന് എൻ്റെ ഒരു തോന്നലുണ്ട്. അദ്ദേഹത്തിനും കൂടെ നീതി കിട്ടണമെന്ന് എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ്.